أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു മറിയമിലെ 88 മുതൽ 93 ഉൾപ്പെടെ 6 ആയത്തുകളാണ് ഓതി വെച്ചത്. ഇനിയും 5 ആയത്തുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സൂറത്തിൽ. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ. വഖാലു, അവർ പറയുന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നു, ഇത്തഖദർ റഹ്മാനു വലദ, പരമകാരുണികൻ ഒരു മകനെ, ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നും, പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ലഖദ് ജിഅ്തും, തീർച്ചയായും നിങ്ങൾ ഈ ചെയ്തത്, ശൈഅൻ ഇദ്ദ, വളരെ ഗുരുതരമായ, വളരെ വലിയ ഒരു കാര്യമാണ്. തകാദു സമാവാത്തു യതഫത്തർന മിൻഹു, ഇതിൻ്റെ കാരണത്താൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരാനായി. ഇത് കാരണത്താൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരാനായി. വതൻശഖുൽ അർളു, ഭൂമിയാകട്ടെ വിണ്ടുകീറുന്ന അവസ്ഥയിലുമെത്തി. വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങളാകട്ടെ തകർന്നു വീഴുകയും ചെയ്യാറായി. ആകാശങ്ങൾ ഈ കാരണത്താൽ പൊട്ടിപ്പിളരാനും ഭൂമി വിണ്ടുകീറാനും അതേപോലെ തന്നെ പർവ്വതങ്ങൾ തകർന്നു വീഴാനും അത് ഇടയാക്കിയേക്കാം. അൻദഅു ലിർറഹ്മാനി വലദ. അൻദഅു, അവർ വാദിച്ചത് കൊണ്ടാണ്. ലിർറഹ്മാനി, പരമകാരുണികന് വലദ, ഒരു സന്താനമുണ്ട് എന്ന്. പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അവർ വാദിച്ചത് കൊണ്ടാണിത്. വമാ യംബഗി, ഒരിക്കലും പാടില്ല, അനുയോജ്യമല്ല. ലിർറഹ്മാനി, പരമകാരുണികൻ, അൻ യത്തഖദ വലദ, ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത്, പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. ഇൻ കുല്ലു മൻഫിസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ ഉള്ള എല്ലാം തന്നെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം തന്നെ, ഇല്ല ആതിർ റഹ്മാനി, പരമകാരുണികൻ്റെ അടുക്കൽ വരികയില്ല, അബ്ദ, അടിമകളായിട്ടല്ലാതെ. പരമകാരുണികൻ്റെ അടുത്ത് ദാസന്മാരായിട്ടല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഒന്നും തന്നെ വരികയില്ല, ദാസന്മാരായി മാത്രമാണ് വരിക. ജൂതന്മാർ ഉസൈറിനെ ദൈവപുത്രനാണ്, അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞിരുന്നു. ചെറുപ്പനാളിൽ ഉസൈർ സംസാരിച്ചതാണ് ഇതിനവർ കാരണമായി പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചതും
അദ്ദേഹത്തിൻ്റെ മൊഴിജിസത്തുകളുമൊക്കെ മുന്നിൽ കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മകനാണ്, മറിയം ബീവിക്ക് സന്താനങ്ങളില്ലാതെ അവർ പ്രസവിച്ചതുകൊണ്ട് അവർക്ക് ഭർത്താവോ കല്യാണമോ ഒന്നും നടക്കാത്തത് കൊണ്ട് അവരുടെ മകനാണ്, അള്ളാഹുവിൻ്റെ മകനാണ് ഈസാ അലൈഹി ഇസ്ലാം എന്ന് അവരും വാദിച്ചു നോക്കിയത്. മക്കയിലെ മുശ്രിക്കുകളാകട്ടെ ഇതൊന്നുമല്ലാതെ അവർ അറബികൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന് ആരോപിച്ചിരുന്നു. നസാറാക്കൾക്കുള്ള മറുപടി ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന അറബികളുടെ വാദത്തെ എതിർത്തുകൊണ്ടാണ് എന്നും വാദമുണ്ട്. ലഖദ് ജഅതും ശൈഅൻ ഇദ്ദ, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് നിങ്ങൾ ഈ ചെയ്തത്. വളരെ ഗുരുതരമായ ആരോപണമാണ് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തകാദു സമാവാത്തു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ, ഈ ഒരു കാര്യം കൊണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണ് എന്നും മറ്റുമൊക്കെയുള്ള ആ ജൽപ്പനകൾ കൊണ്ട് അത് അവരുടെ വായിൽ നിന്നുണ്ടാകുന്ന അള്ളാഹുവിനുള്ള കോപം കൊണ്ട് ആകാശം പൊട്ടിപ്പിളറാറായി. ആകാശം പൊട്ടിപ്പിളർന്നു എന്ന അവസ്ഥയിലായി. പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാവാറായി. ഭൂമിയാകട്ടെ പിളരുകയും ചെയ്യാറായി. അള്ളാഹു അങ്ങേയറ്റം സഹനവും ക്ഷമയും ഉള്ളതുകൊണ്ട് മാത്രമാണ് പെട്ടെന്നുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നത് എന്നുകൂടി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാവുന്നതാണ്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന വാക്കിൻ്റെ ഗൗരവത്തിൽ ആകാശഭൂമികൾക്കും മാമലകൾക്കും ചിന്താശക്തി നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അവ സ്വയം പൊട്ടിത്തകരുമായിരുന്നു. ഇതിൻ്റെ താല്പര്യം അങ്ങനെയാണെന്ന് അബൂ മുസ്ലിം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായാലും വതഖറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ പോലും തകർന്നു വീഴുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അൻദഅഉ റഹ്മാനി വലദ, പരമകാരുണികന് മക്കളുണ്ട് എന്ന് ആരോപിച്ചതുകൊണ്ട്, അവർ വാദിച്ചതുകൊണ്ട്. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, പരമകാരുണികന് ഒരു മകൻ ഉണ്ടാവുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ ഒരിക്കലും തന്നെ അള്ളാഹു ഒരേപോലെ കാണുകയില്ല. ഒരു മകനും ബാക്കിയുള്ളതൊക്കെ ദാസന്മാരും ആവുകയാണെന്ന് വിചാരിച്ചാൽ പിന്നെ ഇവിടെ ഒരു നിലക്കുമുള്ള ഒരു ശാന്തിയോ സമാധാനമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഒരു ആരോപണം അള്ളാഹിനെ സംബന്ധിച്ച് ഒരിക്കലും തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും എല്ലാം അള്ളാഹുവിൻ്റെ ദാസന്മാരായിട്ട് കാണുന്നത്. അടുത്ത ആയത്തിലത് പറഞ്ഞിട്ടുണ്ട്, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ, ഈ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ ജന്തുക്കളും ജീവജാലങ്ങളും ഒക്കെ അതെല്ലാം തന്നെ ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ, അള്ളാഹുവിൻ്റെ അടുക്കൽ അടിമകളായിട്ട് മാത്രമേ വരികയുള്ളൂ. എല്ലാവരും ആദം അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരമുള്ള ഒരുപാട് വർഷങ്ങൾ, ഇനിയും നീണ്ടു നിൽക്കുന്ന വർഷങ്ങൾ, ഇവിടെ ഒന്നും തന്നെ അള്ളാഹു പ്രത്യേകമായ ഒരാളെ സ്വീകരിച്ചുകൊണ്ട്, ഒരാളെ മകനായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തയാളായിട്ടോ അള്ളാഹു സങ്കല്പിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അന്ന് മുതൽ ഇനി ലോകം അവസാനിക്കുന്നത് വരെ വരുന്ന മുഴുവൻ ആൾക്കാരും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. എല്ലാവരും അടിമകളാണ്. ആ ഒരു പരിഗണനയാണ് എല്ലാ ആൾക്കാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്നർത്ഥം. എല്ലാവരും അവൻ്റെ നിയന്ത്രണത്തിലാണ്. അവയുടെ വിവരങ്ങൾ മൊത്തമായും ചില്ലറയുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുക തന്നെ ചെയ്യും.
ഇങ്ങനെ ആകാശഭൂമികളിലെ മനുഷ്യരും മലക്കുകളും എല്ലാവിധ ആരാധ്യ വസ്തുക്കളും ഒക്കെ തന്നെ മനുഷ്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കലേക്ക് അങ്ങ് വരും. എങ്ങനെ വരും? അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളായിട്ടെടുത്തു. അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് വിശ്വാസത്തിൽ മുന്നേറാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.